നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ലോകം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. 50 നോൻപ് പൂർത്തിയാക്കിയ വിശ്വാസികൾക്ക് ഇന്ന് ആഘോഷ ദിവസം. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയിർപ്പ് ശുശ്രൂഷകളും നടന്നു. കേരളത്തിലെ പള്ളികളിൽ ശനിയാഴ്ച രാത്രി തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകൾ ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു. ബഹ്റൈനിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. 2024-25 വർഷത്തെ ക്രൂയിസ് ഷിപ്പ് സീസൺ സമാപിച്ചതായി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. ഈ കാലയളവിൽ ലോകമെമ്പാടുമുള്ള 1,00,000-ലധികം വിനോദസഞ്ചാരികളാണ് ബഹ്റൈനിൽ എത്തിയത്. മുൻ സീസണിനെ അപേക്ഷിച്ച് 15% വർധനവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ രാജ്യത്തുടനീളമുള്ള ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കാൻ തിരഞ്ഞെടുത്ത സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. 2024 നവംബർ മുതൽ 2025 ഏപ്രിൽ വരെ നീണ്ടുനിന്ന സീസണിൽ 40 ക്രൂയിസ് കപ്പലുകൾ എത്തിയതായി BTയിലെ പ്രൊജക്ട്സ് ആൻഡ് റിസോഴ്സസ് ഡെപ്യൂട്ടി CEO ഡാന ഒസാമ അൽസാദ് പറഞ്ഞു. ബഹ്റൈൻ ടൂറിസം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം സാമ്പത്തിക മേഖലയിലും ഈ സീസൺ ഉണർവ് നൽകിയതായും റീറ്റെയിൽ, ഗതാഗതം, മറ്റു സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്നും അൽസാദ് വ്യക്തമാക്കി. അടുത്ത ക്രൂയിസ് സീസണായുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലും സമുദ്ര ടൂറിസം സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും അൽസാദ് കൂട്ടിച്ചേർത്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ബോജിരാജൻ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കൊല്ലം പ്രവാസി അസോസിയേഷൻ ക്രിക്കറ്റ് ടീം KPA ടസ്കേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ബോജിരാജന്റെ സ്മരണാർത്ഥം കൊല്ലം പ്രവാസി അസോസിയേഷൻ സ്പോർട്സ് വിംഗിന്റെ നേതൃത്വത്തിലാണ് ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷന്റെ അംഗീകാരത്തോടുകൂടി സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക. മെയ് 2-9 തീയതികളിൽ സിഞ്ച് അല്ലഹലി സ്പോർട്സ് ക്ലബ് ടർഫിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബഹ്റൈനിലെ പ്രമുഖരായ 16 ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റ് വിജയിയാകുന്ന ടീമിന് $200 സമ്മാനത്തുകയും ബോജിരാജൻ മെമ്മോറിയൽ ട്രോഫിയും, രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് $150 ബോജിരാജൻ മെമ്മോറിയൽ ട്രോഫിയും നൽകുന്നതായിരിക്കും. കൂടാതെ വിവിധ വ്യക്തിഗത ട്രോഫികളും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സമ്മാനങ്ങളും ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 38161-837 അല്ലെങ്കിൽ 3961-7384 എന്നീ നമ്പറുകളിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈൻ ആസ്ഥാനമായുള്ള ഒഡിയ പ്രവാസികളുടെ സംഘടനയായ ബഹ്റൈൻ ഒഡിയ സമാജ് 90ാമത് ഉത്കൽ ദിബാസ ആഘോഷിച്ചു. 100ഓളം ഒഡിയ കുടുംബങ്ങൾ ഉൾപ്പെടെ 300-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് K. ജേക്കബ് മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. പ്രശസ്ത ഒഡിയ ഹാസ്യ നടൻ പാപ്പു പോപ്പോം, പ്രശസ്ത ഗായിക സ്വയം പാഥി, പ്രശസ്ത ഗായിക ആനന്ദിത ദാസ് എന്നിവരും പരിപാടിയുടെ ഭാഗമായി. സംഘടനയുടെ പ്രധാന ഭാരവാഹികളായ ശാന്തനു സേനാപതി, PD റേ, ശാരദ പട്നായിക്, അമരേഷ് പാണ്ഡ, അമർനാഥ് സുബുധി, അങ്കിത നായക് എന്നിവർ അമേ ഒഡിയ അമ ഭാഷ ബദിയ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആചാരപരമായി വിളക്ക് കൊളുത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രശസ്ത ഒഡിയ വ്യവസായി ദേബലോകനാഥ് മൊഹന്തിയും ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി ഡോക്ടർ ഹസനിത് ബുഖമാസും ഒഡീഷയുടെ പൈതൃകം, സംസ്കാരം, അഭിമാനം എന്നിവയെക്കുറിച്ച് തങ്ങളുടെ ആശംസാ പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞു. ബഹ്റൈൻ ഒഡിയ സമാജ് പ്രസിഡന്റ് പ്രഭാകർ പാധി സ്വാഗതം ആശംസിച്ചു. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കുട്ടികളുടെ കോരാപുട്ട്, സാമ്പൽപുരി, നൃത്തപ്രകടനങ്ങൾ, ശ്രുതിമധുരമായ ഒഡിയ ഗാനങ്ങൾ, മോ ഒഡീഷ എന്ന പ്രമേയത്തിലുള്ള ഫാഷൻ ഷോ എന്നിവയിലൂടെ ഒഡീഷയുടെ സംസ്കാരം പ്രദർശിപ്പിച്ചു. കലാകാരന്മാർക്ക് ട്രോഫികളും അവാർഡുകളും നൽകി ചടങ്ങിൽ ആദരിച്ചു. BMC ന്യൂസിലെ ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ദില്ലി, ജയ്പൂർ, ആഗ്ര എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഏപ്രിൽ 21 തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ 24 വരെയാണ് സന്ദർശനം. നാളെ രാവിലെ പാളം എയർപോർട്ട് സ്റ്റേഷനിലെത്തുന്ന അദ്ദേഹത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിക്കും. നാളെ വൈകിട്ട് 6:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 2ാം ദിനം ജയ്പൂരിലേക്ക് പോകും. 3ാം ദിനം ആഗ്രയും സന്ദർശിക്കും. ഏപ്രിൽ 24 രാവിലെ 6:40 ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നും മടങ്ങും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ താരിഫ് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഈ സന്ദർശനത്തിൽ ചർച്ചയാകും. ഈസ്റ്റർ ദിനത്തിൽ കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച ആശംസകൾ നേർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാളയം ലൂർദ് ഫെറോന പള്ളിയിലെത്തിയാണ് അദ്ദേഹം ആലഞ്ചേരിയെ കണ്ടത്. അനൌദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നെന്ന് കർദിനാൾ മാർ ആലഞ്ചേരി പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ മുനമ്പം വിഷയത്തിലും രാജീവ് ചന്ദ്രശേഖർ പ്രതികരണം നടത്തി. മുനമ്പം വിഷയം ആരാണ് പരിഹരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ബിൽ നടപ്പിലാകുമ്പോൾ മുനമ്പം പ്രശ്നത്തിലും പരിഹാരമുണ്ടാകും എന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് ചലച്ചിത്ര നടി വിൻസി അലോഷ്യസ് ഇക്കാര്യം മന്ത്രി MP രാജേഷിനെ അറിയിച്ചു. വിൻസിയെ മന്ത്രി നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. ധീരമായ നിലപാട് സ്വീകരിക്കുന്നവരെ സിനിമാ മേഖലയിലുള്ളവർ സംരക്ഷിക്കണം. രാസലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന നിലപാട് ധീരമാണെന്നും മന്ത്രി അറിയിച്ചു. ചലച്ചിത്ര മേഖല പൂർണ്ണമായും ഈ നിലപാട് സ്വീകരിക്കണം. ലഹരി പരിശോധനയ്ക്ക് പരിധികളില്ല. സിനിമാ മേഖലയായാലും മറ്റേതു മേഖലയായാലും പരിശോധന കർശനമാക്കും. സെലിബ്രിറ്റികൾ എന്ന പരിഗണനയും ഉണ്ടാകില്ല. ലഹരിയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.